എൻ്റെ ജീവിതം വിജയമായിരുന്നു പരാജയമായിരുന്നു ഒക്കെ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ വലിയ വിജയമൊന്നും കാണുന്നില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ കടന്നുപോയി. മദർ തെരേസയോട് ചോദിച്ചില്ലേ, നിങ്ങളുടെ ഈ സേവനമൊക്കെ വിജയമാണോ ഇല്ലയോ? അപ്പോൾ മദർ തെരേസ പറഞ്ഞു, എന്നോട് കർത്താവ് വിജയിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞ് വിശ്വസ്തയോടെ ജോലി ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വിജയം പരാജയം എനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 34 കൊല്ലം ബിഷപ്പായി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കൂട്ടർ ശരിക്കും വിലയിരുത്തി. അത് ഇവിടെ ഗ്രേസ് ജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ പിതാവിൻ്റെ ഒരു അവാർഡ് തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്ത് അവാർഡാണിത്, എന്താണ് നിങ്ങൾക്കുള്ള അവാർഡ്? അപ്പോൾ അതിന് അവാർഡിൻ്റെ പേര് ഹോസാന അവാർഡ് എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഹോസാന അവാർഡിൽ ഈ ഹോസാന ദിവസം ഒരു കഴുത യേശുവിനെ വഹിച്ചുകൊണ്ട് പോയി. അങ്ങനെ യേശുവിനെ വഹിക്കുന്ന കഴുതകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് ഈ ഹോസാന അവാർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ 34 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ അവർ വിലയിരുത്തിയത് ഇങ്ങനെ ഒരു കഴുതയായിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, നല്ല അവാർഡാണ്, എനിക്ക് പറ്റിയ അവാർഡാണത്, അതുകൊണ്ട് എനിക്ക് തന്നേക്കാൻ പറഞ്ഞ് ഞാനത് സ്വീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ റോള് കർത്താവിനെ വഹിക്കുക എന്നുള്ളതായിരുന്നു.